നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. ഒരു ചായയാണ്, ഒരു മസാല ചായ. അപ്പോൾ ചില ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ വിവിധ തരത്തിലുള്ള ചായകൾ, വെറൈറ്റി ആയിട്ടുള്ള ചായകൾ, പല ടേസ്റ്റ്, പല സ്ഥലങ്ങളിലെ ചായ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പം എനിക്കങ്ങനെ ചായ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളല്ല, എന്നാലും നമുക്ക് ടേസ്റ്റ് മാറിയിട്ട് ചില ടേസ്റ്റ് നല്ല ഇഷ്ടമാവുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു മസാല ചായയാണ്. അപ്പോൾ ഒരു ചെറിയ മസാലക്കൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മളിതിനു മുമ്പ് തന്തൂരി ചായ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചെയ്ത് നോക്കുകയും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ചായയുടെ റെസിപ്പി ഉണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ഒരു മസാല ചായ എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവേ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് എന്തായാലും കണ്ടുവരാം. അപ്പോൾ ഈ സ്പെഷ്യൽ മസാല ടീ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളാട്ടോ ഇത്. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് 2 പേർക്കുള്ള, അതായത് 2 കപ്പ് ചായയാണ്. അതിനു വേണ്ടി ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി എടുത്തിരിക്കുന്നത് 1/2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി. പിന്നെ അതുപോലെ തന്നെ സിനമൺ സ്റ്റിക്ക് വേണം. സിനമൺ സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പട്ട ഞാനൊരു 1/4 ഇഞ്ച് വലുപ്പമുള്ള പട്ടയുടെ ഒരു കഷ്ണം എടുത്തു. പിന്നെ 2 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 കുരുമുളക്, പിന്നെ ഒരു 2 ഏലക്ക. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതൊന്ന് ചതച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതിലാണ് ചതച്ചെടുക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ടു, അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, ഏലക്ക നമുക്ക് തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് ചതച്ചെടുക്കാൻ പോവാണ്. ഇതിപ്പോൾ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പേസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 കപ്പ് ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളം വെച്ചു. അപ്പോൾ ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് ഇപ്പോൾ തിളയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ച മസാല ഉണ്ടല്ലോ, ആ മസാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് തിള വരണം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, തിള വന്നു തുടങ്ങിയത്. ഇനി നമ്മൾ ഇതിലോട്ട് ചായപ്പൊടി ഇടാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഏത് ചായപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. ഞാൻ കണ്ണന്തവനാണ് ഉപയോഗിക്കാറ്. അപ്പം ഞാൻ 2 ടീസ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുപ്പത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ചായപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിള വരണം. ഇനി ഇതിലോട്ട് ഞാൻ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണാണ് ഇടുന്നത്. അപ്പോൾ ആ മസാലയുടെ ആ ഒരു മണമൊക്കെ നന്നായിട്ട് വന്നു തുടങ്ങുന്നുണ്ട്. കടുപ്പം കൂടുതലായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, കൂടുതൽ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പം നമ്മളിത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചായ. അടിപൊളി ഒരു മണമാണ്, ആ മസാലയുടെ മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നല്ല ചൂടായിട്ടുള്ള മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ. അപ്പം കുറച്ച് സംഭവങ്ങളൊക്കെ മതി. പിന്നെ നമ്മളെ കടുപ്പൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം, മധുരമായാലും അതുപോലെ തന്നെ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.